അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വള്ളവും വലയും പദ്ധതിയുടെ ഉദ്ഘാടനം ചീരക്കുഴി ഡാം പരിസരത്ത് നടന്നു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്കുള്ള വള്ളവും വലയും പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ചീരക്കുഴി ഡാം പരിസരത്ത് വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 2010 ഞാൻ തന്നെ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് വല കൊടുക്കാനായിട്ടുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി. അന്നൊന്നും വള്ളം കൊടുക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇതിന് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ തരുന്ന ഫണ്ടുകൾ വെച്ചുകൊണ്ട് നമ്മുടെ ഇതുപോലെയുള്ള വലിയൊരു പഞ്ചായത്തിൽ നാഗരികതയ്ക്ക് കുതിക്കുന്ന ഒരു സ്ഥലത്ത് സാമ്പത്ത് കൊണ്ടൊന്നും നമുക്ക് നടത്താൻ കഴിയില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ വരുമാനം കൊണ്ടുവേണം. നമ്മുടെ നാട്ടിലെ വരുമാനം പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്ന നികുതി പണം കൊണ്ടാണ് പഞ്ചായത്തിൻ്റെ ഒക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടേതായ ഒരു വിഹിതം അവർക്ക് തന്നെ തിരിച്ചു നൽകുക എന്ന സന്ദേശം കൂടി നമുക്കിതുണ്ട്. ഏകദേശം 60,000 രൂപയാണ് നമുക്ക് വള്ളത്തിനും വലയ്ക്കും വേണ്ടി നമ്മൾ മാറ്റിവെച്ചത്. അതിൽ 15,000 രൂപയും ഈ മത്സ്യത്തൊഴിലാളികളുടേതായിട്ടുള്ള സംഭാവന തന്നെയാണ്. ബാക്കി സംഖ്യ മാത്രമാണ് പഞ്ചായത്തിൻ്റെ വിഹിതമായിട്ടുള്ളത്. അപ്പോൾ സംയുക്തമായിട്ട് അവനവൻ്റെ നമ്മുടെ വെറുതെ കിട്ടിയാൽ ഒരുപക്ഷെ നമ്മളിതൊന്നും നമ്മുടേതായിട്ട് തോന്നില്ല. ഇതിപ്പോൾ അവരുടെ കൂടി പൈസ ഉള്ളതുകൊണ്ട് ഇത് അവരുടെ ജീവിത മാർഗമായതുകൊണ്ടും വളരെ ഭംഗിയായത് കൊണ്ടുനടക്കും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു. വള്ളം വല പദ്ധതികൾക്കായി ആകെ 2,40,000 രൂപയാണ് വകയിരുത്തിയത്. ഇതിൽ വള്ളം വല പദ്ധതിക്ക് പഞ്ചായത്ത് വിഹിതം 2,25,000 രൂപയും ഗുണഭോക്തൃ വിഹിതം 75,000 രൂപയുമാണ്. വല പദ്ധതിക്ക് പഞ്ചായത്ത് വിഹിതം 15,000 രൂപയും ഗുണഭോക്തൃ വിഹിതം 5,000 രൂപയുമാണ്. വള്ളവും വലയും കൈമാറുന്ന ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A. സൗഭാഗ്യവതി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA. ഹംസ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ G. പ്രദീപ്, രാധ രവീന്ദ്രൻ, അക്വാകൾച്ചർ പ്രൊമോട്ടർ ശാലിനി ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഫിഷറീസ് അസിസ്റ്റന്റ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷാൻ യു മത്സ്യത്തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. CCV ന്യൂസ്, പഴയന്നൂർ.